ആശാ വർക്കേഴ്സിന്റെ സമരത്തിൽ രാഷ്ട്രീയ വാക്പോര് തുടരുകയാണ്. സംസ്ഥാനത്തിന് നൽകേണ്ട തുക നൽകിയെന്ന കേന്ദ്രത്തിന്റെ വാദം സംസ്ഥാന സർക്കാർ തള്ളി. ഓണറേറിയം സംബന്ധിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ കണക്കുകൾ തെറ്റാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. സംസ്ഥാനത്തിന് നൽകേണ്ട മുഴുവൻ തുകയും നൽകിയെന്ന് മാത്രമല്ല, അനുവദിച്ച തുകയേക്കാൾ കൂടുതലാണ് നൽകിയത് എന്നാണ് കേന്ദ്രത്തിന്റെ അവകാശവാദം. കേന്ദ്രം വിശദീകരിച്ചല്ലോ അതിന്റെ കണക്ക് സഹിതം. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞത് കേന്ദ്രം എന്ന് പറയും. അത് കേന്ദ്രത്തെ പറ്റി ഉള്ള ഒരു ബഹുമാനം കൊണ്ട് പറയുന്നതാണ്. 2023-24 സാമ്പത്തിക വർഷത്തിൽ 1 രൂപ പോലും നൽകിയിട്ടില്ലെന്നും ഇനിയും 636.88 കോടി രൂപ കേന്ദ്രം നൽകാനുണ്ടെന്നുമാണ് സംസ്ഥാന സർക്കാരിന്റെ മറുപടി. വിഷയത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലിനെ ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ വിമർശിച്ചു. മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ഈ കാര്യം പഠിക്കുന്നുണ്ടോ എന്ന് നിങ്ങളും ചിന്തിക്കില്ലേ? കാര്യം കാണുന്നവരെല്ലാം ചിന്തിക്കും. അപ്പൊ ഇങ്ങനെ വന്ന് പറയാൻ പാടില്ല. ഇവിടെ വന്നിട്ട് അവിടെ പോയി ഞാൻ അവിടെ ഇതിനായിട്ടാണ് ഡൽഹിക്ക് പോകുന്നത്. എനിക്കൊരു വ്യക്തിയെ അങ്ങനെ പറയുന്ന രീതിയൊന്നും സ്വഭാവമില്ല. പക്ഷെ അവിടെ വന്നിട്ട് ഞാൻ ഇതിനായിട്ടാണ് ഡൽഹിക്ക് പോകുന്നത് എന്ന് പറഞ്ഞ് പോവാ. എന്നാൽ ഓണറേറിയം സംബന്ധിച്ച ആരോഗ്യമന്ത്രിയുടെ കണക്കുകൾക്കെതിരെയാണ് വി ഡി സതീശൻ രംഗത്തെത്തിയത്. 97 കോടി NHM-ലേക്ക് കിട്ടാനുള്ളപ്പോ മന്ത്രി നമ്മളെയല്ലേ കബളിപ്പിച്ചത്? ആശാവർക്കർക്ക് കൊടുക്കാനുള്ള ഇൻസെന്റീവ് 100 കോടി കിട്ടാണ്ടെന്നാണ് നമ്മളോട് നുണ പറഞ്ഞത്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ വർക്കേഴ്സിനും പിന്തുണയുമായി കോൺഗ്രസ് നേതാക്കൾ ഇന്നും സമരപ്പന്തലിലെത്തി. ആശാ വർക്കർമാർ കുമ്മു കൊടുക്കാൻ, അവരെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാൻ മനസാക്ഷിയുള്ള മുഴുവൻ മലയാളികളും ഉണ്ടായിട്ടുണ്ട്. ഒരു വിഭാഗം ആശാ വർക്കേഴ്സ് നടത്തുന്ന സമരം 24 ദിവസം പിന്നിട്ടു. 24 തിരുവനന്തപുരം.